കരസ്ഥമാക്കിയിട്ടുണ്ട്. ഡൽഹി റിസർച്ച് സെന്റർ എന്നിവിടങ്ങളിലെ സേവനത്തിന് ശേഷം നിലവിൽ ഹൈദരാബാദിലെ വൈശാലിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഹോമിയോപ്പതി മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കായി ഉത്തർപ്രദേശിൽ നിന്നുള്ള 2025-26 AIMA വുമൺസ് അച്ചീവർ അവാർഡ് ജേതാവ് കൂടിയാണ്. സഹാര ടിവിയിലെ മെഡിക്കൽ ചർച്ചകളിൽ സജീവ സാന്നിധ്യമാണ് ഡോക്ടർ സുനിത വേണുഗോപാൽ. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി മെഡിക്കൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ സുനിത വിജ്ഞാനം പങ്കുവയ്ക്കുന്നതിൽ അതീവ താല്പര്യം കാണിക്കുന്ന ഒരു മികച്ച അധ്യാപിക കൂടിയാണ്. നമ്മുടെ ഈ ക്ലാസ് നയിക്കുന്നതിനായി ഡോക്ടറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മ്യൂട്ടാണ് കേട്ടോ സുനിത, ഡോക്ടർ മ്യൂട്ടാണ്. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് തന്നേക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസിങ് ബിറ്റ്വീൻ ജോബ് ആൻഡ് ഫാമിലി ലൈഫ്, സ്ട്രെസ്, സ്ലീപ്പ്, റെസ്റ്റ്, സ്കിൻ ഹെൽത്ത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, പിന്നെ ന്യൂട്രീഷൻ. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇത്രയും ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ മദേഴ്സ് ഡേ വീക്കാണ്. നമ്മള് ഇപ്പൊ സൺഡേ മദേഴ്സ് ഡേ ആയിട്ട് എല്ലാവരും ആഘോഷിക്കാൻ പോകുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഓഡിയൻസിൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും അമ്പിളി, ദീപ, പ്രീത, ലേഡീസ് തന്നെയാണ് കൂടുതൽ. അപ്പൊ നമ്മള് ബാലൻസിങ് ബിറ്റ്വീൻ കരിയർ, ദാറ്റ് ഈസ് പേഴ്സണൽ ഗോൾസ് ആൻഡ് റിലേഷൻഷിപ്പ് ഗോൾസ്, നമ്മുടെ ഫാമിലി ലൈഫും എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി തന്നെയാണ് ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആസ് ഫീമെയിൽസ്, നമ്മൾ പണ്ടത്തെ ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാമിലിയിലെ റോൾസ് സെപ്പറേറ്റ് ആണ്. ആസ് എ മദർ, ആസ് എ വൈഫ്, നമുക്ക് ഒരുപാട് റോൾസ് നമുക്ക് ഫാമിലിയിൽ പ്ലേ ചെയ്യാനുണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ നമ്മളെല്ലാവരും, നമ്മുടെ ജനറേഷനിലെ ആൾക്കാർ മിക്കവാറും എല്ലാവരും തന്നെ പുറത്തു പോയി ജോലി ചെയ്തിട്ട് വരുന്ന ഒരാൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തില് അതിന്റെ ഇടയിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് അല്ലെങ്കിൽ ഹാർമണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്, ബാലൻസ് ഈസ് സംതിങ് വിച്ച് വി ക്രിയേറ്റ്. നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഓരോരുത്തരുടെയും ബാലൻസ് എന്നുള്ളത് വ്യത്യാസമായിരിക്കും. ഇപ്പൊ അതൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ എന്റെ വീട്ടിലെ ജീവിത സാഹചര്യങ്ങളായിരിക്കില്ല വേറൊരാളുടെ വീട്ടിലെ ജീവിത സാഹചര്യങ്ങൾ. അപ്പൊ ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. സ്ട്രെസ്ഡ് ഔട്ട് ആവാണ്ട് നമുക്ക് വീട്ടിലെ കാര്യങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളും നടക്കണം. പുറത്ത് ജോലിക്ക് പോയിട്ടും സമാധാനപരമായിട്ട് നമുക്കൊരു അന്തരീക്ഷത്തിൽ ജീവിക്കണം. സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മള് വീട്ടിലെ എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യാം എന്ന് സംസാരിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു 6-7 പോയിന്റ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അതിൽ ആദ്യം തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ പ്രയോറിറ്റി, നമ്മൾ സെറ്റിംഗ് ദ ക്ലിയർ പ്രയോറിറ്റി എന്നുള്ളതാണ്. ഹൗ ടു ഷേപ്പ് അപ്പ് യുവർ ലൈഫ്, സെറ്റിംഗ് ക്ലിയർ പ്രയോറിറ്റി. അതില് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? ആദ്യം നിങ്ങളുടെ വീട്ടില് കുട്ടികളുണ്ടാവാം, ഓരോരുത്തരുടെ വീട്ടില് ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഉണ്ടാവാം, കുടുംബത്തില് വേറെ നമുക്ക് പല ഭക്ഷണം ഉണ്ടാക്കാനുണ്ടാവും, ക്ലീനിങ് ഉണ്ടാവും, അങ്ങനെ പല റോൾസ് ഉണ്ടാവും, പല ജോലികൾ നമുക്ക് ചെയ്യാനുണ്ടാവും. ആ ജോലികളിൽ നമ്മൾ എങ്ങനെ, എന്താണ് അർജന്റ് ആയിട്ട് ചെയ്യേണ്ടത്, ആദ്യം എന്ത് ചെയ്യണം അത് നമ്മൾ മനസ്സിലാക്കാം. അതിൽ തന്നെ നമ്മൾ ചില ദിവസങ്ങൾ ഉണ്ടാവും, ചില ദിവസം നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ ഒന്നും നടക്കണം എന്നില്ല, വീട്ടില് ഗസ്റ്റ് വരുന്ന ദിവസങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചിലപ്പോൾ അൺപ്ലാൻഡ് ആയിട്ട് ചില കാര്യങ്ങൾ എമർജൻസി ആയിട്ട് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ദിവസങ്ങളിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? നമ്മൾ ആദ്യം തന്നെ ഒരു ദിവസം, ഇപ്പൊ ഇന്ന് തൊട്ടാണ് നമ്മൾ, നാളെ തൊട്ട് നമുക്ക് നമ്മുടെ ഡേ പ്ലാൻ ചെയ്യണം. ഹൗ ടു പ്ലാൻ എ ഡേ. നമ്മൾ ഇന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്തു, അതിൽ നമ്മൾ എത്ര സമയം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നീക്കി വെച്ചു, നമ്മൾ എത്ര സമയം നമ്മൾ പല പല കാര്യങ്ങൾക്ക് സമയം വേസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾക്കിപ്പോ സോഷ്യൽ മീഡിയ ഉണ്ട്, നമ്മൾ കുറെ റീൽസ് കണ്ടിട്ട് സമയം വെറുതെ വേസ്റ്റ് ആവുണ്ടാവും. ചില ആൾക്കാർ ചിലപ്പോൾ എന്നാ ജോലിയൊന്നുമില്ല, കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചിട്ട്
കുറെ നേരം വന്ന് ജോലിക്ക് പോയി വന്നിട്ട് ഓഫീസിൽ നിന്ന് വന്നിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിപ്പോയപ്പോ ക്ഷീണം കാരണം ഉറങ്ങി എന്റെ നേരം വൈകി, അങ്ങനെ അപ്പൊ ആ കുറെ നമ്മളുടെ കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞു അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് നാളെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ രാവിലെ തന്നെ രാത്രി ഉറങ്ങാൻ പോണതിന് മുമ്പ് തന്നെ നെക്സ്റ്റ് ഡേ തുടങ്ങുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇപ്പൊ കിച്ചണിലെ കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുക, നമ്മള് ഓഫീസിലേക്ക് പോവാണ്ടെങ്കിൽ ഓഫീസിലേക്ക് എന്ത് ഡ്രസ്സ് ഇട്ടിട്ട് പോകണം എന്നുള്ളത് ആലോചിച്ച് വെക്കുക, അതൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുക. കുട്ടികൾ സ്കൂളിൽ പോവാണെങ്കിൽ അവരുടെ യൂണിഫോം കാര്യങ്ങൾ എല്ലാം രാവിലെ എണീറ്റിട്ട് തന്നെ ചെയ്യാൻ നോക്കാണ്ട് നമ്മൾ ഇതൊക്കെ ഒരു ദിവസം മുമ്പ് രാത്രി കിടക്കണേലും മുമ്പ് എത്രയും നമ്മൾ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ടോ അത്രയും അടുത്ത ദിവസം രാവിലെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമുക്ക് എന്താ ചെയ്യണ്ടേ, നമുക്ക് രാവിലെ സമയത്തിന് എണീക്കുക എന്നുള്ളത് അലാം സെറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് എണീക്കുമ്പോൾ എണീക്കട്ടെ അല്ല, നമ്മൾ എപ്പോൾ എണീറ്റാൽ നമുക്ക് ഇത്ര സമയത്ത് ഓഫീസിൽ എത്താൻ പറ്റും, ഇത്ര സമയത്ത് ബസ് പിടിക്കണം, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ ഇത്ര ദൂരമുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡേ പ്ലാൻ ചെയ്യുക, രാവിലെ എണീക്കുക. എ ഡേ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ദിവസം എത്ര നന്നായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിൽ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് സമയം നീക്കി വെക്കാൻ പറ്റുന്ന വെച്ചാൽ രാവിലെ ചിലപ്പോൾ പറ്റിയെന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് നേരത്തെ എണീക്കാൻ, ഏർലി റൈസർ ആണ്, കുറച്ച് നേരത്തെ എണീക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ചൊരു ഹാഫ് ആൻ അവർ ആയാലും അവരുടെ യോഗയോ മെഡിറ്റേഷനോ ചെറിയ വാക്കിങ്ങോ എന്തെങ്കിലും ചെറിയ എക്സസൈസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അവനാന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ സമയങ്ങൾ അവിടെ കണ്ടെത്തും. പിന്നെ വീട്ടിലെ കാര്യങ്ങളാകുമ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട്ണറിനോട് നമ്മൾ എന്ത് ഡിഫിക്കൽട്ടി ആണോ ഫേസ് ചെയ്യണേ അത് ഡിസ്കസ് ചെയ്യുക. നമ്മൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മളത് തുറന്നു പറയാണ്ട് അവർക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്, ചിലപ്പോൾ നമുക്ക് പീരീഡ്സിന്റെ സമയമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ചില ദിവസം തീരെ വയ്യാന്ന് തോന്നുന്ന അവസ്ഥകൾ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മളുടെ ഒരു 40 വയസ്സിന് 45 വയസ്സ് കഴിഞ്ഞ ലേഡീസ് ആണെന്ന് വെച്ചാൽ പെരിമെനപ്പോസ് കാരണം അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ലേഡീസ് ഉണ്ടാവാം. അപ്പൊ അത് നമ്മുടെ ബുദ്ധിമുട്ട് എന്താണ്, ഇപ്പൊ നമ്മളിപ്പോ എന്താണ് നമ്മുടെ ഹെൽത്ത് സിറ്റുവേഷൻ എന്ന് തുറന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മുടെ പാർട്ട്ണറിനോട് നമ്മൾക്കിപ്പോ ഒരു രാവിലെ എണീറ്റ് ജോലിക്ക് പോണതിന് മുമ്പ് എന്തൊക്കെ ഡിഫിക്കൽട്ടി ആണ് അവരെ അഭിപ്രായം ചോദിക്കുക, അവരെ ഹെൽപ്പ് സീക്ക് ചെയ്യുക. അവരിപ്പോ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അത് പല സ്ത്രീകളും തുറന്ന് പറയാത്തത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ കൊണ്ട് തന്നെ ഞാൻ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ബുദ്ധിമുട്ടി എല്ലാം കൂടെ ഒരു ഇറിറ്റേഷൻ എന്നുള്ള രീതിയിലേക്ക് പോണ ഒരവസ്ഥ വരാറുണ്ട്. ഇപ്പൊ ഓടി തളരുന്ന സ്ത്രീകളാണ്. ഇപ്പൊ നമ്മള് മദേഴ്സ് ഡേ പറയാൻ വെച്ചാൽ ഓടി തളരുന്ന സ്ത്രീകളാണ്. കാരണം എല്ലാ പണികളും കൂടെ നമ്മുടെ പേഴ്സണൽ റോൾസ്, പ്രൊഫഷണൽ റോൾസ്, റോൾ ആസ് എ മദർ എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് പിന്നീട് നമ്മൾ ബേൺ ഔട്ട് ആവുന്ന സ്റ്റേജ് വരും. ബേൺ ഔട്ട് ആവുന്ന സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല. അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യും, നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് ബുദ്ധിമുട്ടുകൾ പറയാം. പിന്നെ നമ്മളുടെ ഫാമിലി ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക. അതായത് കുറച്ച് എല്ലാവരും ഫാമിലി ടൈം ഒരു ഒരുമിച്ചിരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഡേ ഡിസ്കസ് ചെയ്യാനും, പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യാനും. എപ്പോഴും നമ്മൾ പ്രൊഫഷണൽ ലൈഫും ഫാമിലി ലൈഫും രണ്ടാക്കി തന്നെ വെക്കുക. ഓഫീസിലെ ടെൻഷൻസ് വീട്ടിൽ കൊണ്ടുവരാണ്ടിരിക്കുക. പിന്നെ നമുക്കിപ്പോ എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും മൈൽ സ്റ്റോൺസ് ഒക്കെ ഉണ്ടാവും. നമുക്കൊരു അച്ചീവ്മെന്റ് കിട്ടി, അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു സമയം കണ്ടുപിടിക്കുക. പിന്നെ നമുക്കിപ്പോ ഒരു പ്രാക്ടീസ് ടു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കിപ്പോ നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് എന്തെങ്കിലും ആളെന്തെങ്കിലും നമുക്ക് ചെയ്തു തന്നു, നമ്മളൊരു താങ്ക്സ് പറയാൻ സമയം കണ്ടുപിടിക്കുക. അപ്പൊ ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ ഫാമിലി ലൈഫ് ഇംപ്രൂവ് ആവാണ്, അവിടെ ഹാപ്പിനെസ് വരാണ്. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ പുറത്തു പോകാനായിട്ട് കുറച്ച് സമയം കണ്ടുപിടിക്കുക. നമ്മൾ എപ്പോഴും ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ഒരു ഹാബിറ്റ് ആയി പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും. അപ്പൊ നമ്മൾ കുറച്ച് സമയം ഒരു വീക്കെൻഡിൽ ഒരു വൺ ഡേ ട്രിപ്പോ അതല്ലെങ്കിൽ ഒരു ഈവനിങ് ഔട്ടിംഗ് ആയാലും വല്ലപ്പോഴായാലും നമ്മളൊരു ഔട്ടിങ്ങിന് വേണ്ടി സമയം പിടിക്കുക. പിന്നെ നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും വീട്ടിലെ പണിയായാലും ശരി ഓഫീസിലെ വർക്കായാലും ശരി നമ്മൾ ആസ്വദിച്ച് ചെയ്യുക. നമ്മൾ എന്താണോ നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യണം, അത് ഒരിക്കലും നമുക്കതൊരു ബർഡൻ ആയിട്ട് തോന്നില്ല, അതൊരു വർക്കായിട്ട് തോന്നില്ല. അതാണ് അതിന്റെ ഒരു കാര്യം, ബെനിഫിറ്റ് അതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക.
അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇപ്പൊ ആൾക്കാരെ ഇപ്പൊ ഹെൽപ്പ് എടുക്കാൻ പറ്റി. ഇപ്പൊ നമുക്കിപ്പോ വീട്ടിലിപ്പോ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ഹെൽപ്പറെ വെക്കുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ കുട്ടികളാണെച്ചാൽ ഇത്തിരി മുതിർന്ന കുട്ടികളാണെച്ചാൽ അവരുടെ അടുത്തൊക്കെ എന്തെങ്കിലും വർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുക. പിന്നെ നമുക്കിപ്പോ എന്തായാലും നമ്മൾ സ്കിൽസ് നമ്മുടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ടെക്നോളജി യൂസ് ചെയ്യുന്ന സമയത്ത് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തു പോയി വാങ്ങിണ്ട, കടയിൽ പോയി സാധനം വാങ്ങിച്ചേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ചിലപ്പോൾ ഒക്കെ നമുക്ക് ഓൺലൈൻ വാങ്ങിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ടൈം ഇല്ലെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതാണ് നമ്മുടെ ഫാമിലി ലൈഫിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അത് കഴിഞ്ഞിട്ട് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓഫീസിൽ എങ്ങനെ, ഓഫീസിലായാലും നമ്പർ 1 നമ്മൾ പറഞ്ഞത് കാര്യം സമയത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. ഡേ പ്ലാൻ ചെയ്യുക. ഇന്ന ദിവസം നാളെ നമുക്ക് ഓഫീസിൽ എന്തൊക്കെയാണ് മീറ്റിംഗ്, എന്തൊക്കെയാണ് നമുക്ക് വർക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിനൊരു പ്രിപ്പറേഷനോട് കൂടി പോവുക. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കുക. എപ്പോഴും നമുക്ക് പ്രശ്നം ഫാമിലി ലൈഫ് ആയാലും ഓഫീസ് ലൈഫ് ആയാലും നമുക്ക് പ്രശ്നം പറ്റുന്നത് നമുക്ക് നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറയാൻ പഠിക്കുക. ഇപ്പൊ നമ്മളിപ്പോ വൈകുന്നേരം നമ്മുടെ ഓഫീസ് ടൈം കഴിഞ്ഞു, ഓഫീസ് ടൈമിൽ നിന്ന് ഇറങ്ങണ സമയത്തായിരിക്കും നമ്മളിപ്പോ ഒരു അർജന്റ് ആയിട്ട് ഒരാൾ പറയുക എന്റെ ഈ വർക്കും കൂടെ ചെയ്തിട്ട് പോവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, അയ്യോ എനിക്ക് ഞാൻ ഇന്ന് ഒരു മൂവി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് പോയേ പറ്റുള്ളൂ, അപ്പൊ ഞാൻ നാളെ രാവിലെ വന്നിട്ട് ഈ വർക്ക് ചെയ്താൽ മതിയോ, അങ്ങനെ ചോദിക്കാം. ഓഫീസിലെ വർക്കുകളും ചിലപ്പോൾ നമ്മൾ അർജന്റ് വർക്ക് ഉണ്ടാവും, ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെസ് വരും. ഇതും തീരില്ല അതും തീരില്ല, ഒന്നും ആവാത്ത രീതിയിൽ വരും. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് വർക്ക് എന്താണ്, അർജന്റ് വർക്ക് എന്താണ് എന്നത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് വർക്ക് നോക്കി അർജൻസി ഉള്ള വർക്ക് ആദ്യം ചെയ്തു തീർക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് തിരിയാൻ ശ്രമിക്കുക. പിന്നെ നമ്മളിപ്പോ ഓഫീസിലാണെങ്കിൽ നമ്മൾ ഷെഡ്യൂൾസ് ഉണ്ടാവും, എന്തെങ്കിലും മീറ്റിങ്ങുകളോ നമുക്ക് വർക്ക് പെൻഡിങ്ങോ അത് എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഓരോ വർക്കിനും എത്ര സമയം വേണം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നിനും ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് ടൈം മാനേജ്മെന്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയിപ്പോ എന്തൊക്കെ നമ്മൾ വർക്ക് ബാലൻസ് ആയാലും ഫാമിലിയിലെ ഇതായാലും നമ്മളുടെ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. അത് ഓഫീസിലെ പണിയായാലും വീട്ടിലെ പണിയായാലും. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോ അത് നാച്ചുറലി സ്ട്രെസ്സിലേക്ക് പോകും. അപ്പൊ നമ്മളിപ്പോ പറയാൻ പോണ കാര്യം എന്ന് വെച്ചാൽ സ്ട്രെസ്സാണ്. എങ്ങനെയാ സ്ട്രെസ് പറഞ്ഞത്? നമ്മള് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ വിചാരിക്കുന്നത് പോലെ മെന്റൽ ടെൻഷൻ, അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു വിഷമം, ഒരു തീരെ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു, അത് മാത്രമല്ല സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി മെന്റൽ, ഫിസിക്കൽ ആയിട്ട് നമുക്ക് ബോഡിക്ക് റെസ്റ്റ് ഇല്ലാണ്ട് വരുമ്പോ, സ്ലീപ്പ് ഇല്ലാണ്ട് വരുമ്പോ അതും സ്ട്രെസ് തന്നെയാണ്. എന്താ സ്ട്രെസ്? നമ്മൾ സ്ട്രെസ് വരുമ്പോ നമുക്കൊരു പെട്ടെന്ന് ഇപ്പൊ നമുക്കൊരു ഒരു എമർജൻസി ഒരു സിറ്റുവേഷൻ വന്നു, ഒരു പട്ടി ഓടിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മുടെ ബ്രെയിനിൽ ഒരു അമിഗ്ഡാല എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അത് നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ പോർഷന് നമ്മളൊരു സിഗ്നൽ കൊടുക്കും. ആ സിഗ്നൽ എന്താണ്? ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് സിറ്റുവേഷൻ ആണ്. അപ്പൊ എന്ത് പറ്റും? ഒരു അഡ്രിനൽ ഗ്ലാൻസ് ഉണ്ട്. അഡ്രിനൽ ഗ്ലാൻസ് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. അഡ്രിനാലിൻ റിലീസ് ചെയ്യും, അതിന്റെ ഒപ്പം തന്നെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണും കൂടെ റിലീസ് ചെയ്യും. കോർട്ടിസോളിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസിനെ ഇംപ്രൂവ് ചെയ്യും. അപ്പൊ നമുക്ക് മസിൽസിനൊക്കെ എനർജി കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ അക്യൂട്ട് സ്ട്രെസ് നമുക്ക് പോസിറ്റീവ് എഫക്റ്റ് ആണ്. അപ്പൊ സ്ട്രെസ് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് 3ആയിട്ട് പറയാം. പോസിറ്റീവ് സ്ട്രെസ്സും ഉണ്ട്, നെഗറ്റീവ് സ്ട്രെസ് ഉണ്ട്. അതിൽ തന്നെ എപ്പിസോഡിക് സ്ട്രെസ് ഉണ്ട്. അക്യൂട്ട് സ്ട്രെസ്, എപ്പിസോഡിക് സ്ട്രെസ് ആൻഡ് ക്രോണിക് സ്ട്രെസ് ഉണ്ട്. അക്യൂട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ നമുക്കൊരു എക്സാമിന് പോകണം, നമുക്കൊരു പെട്ടെന്ന് ഒരു ടെൻഷൻ വരും, പേടി വരും, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പെർഫോമൻസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ചെറിയൊരു പേടിയൊക്കെ വരില്ല. അപ്പൊ നമ്മൾ അതിൽ അക്യൂട്ട് സ്ട്രെസ് ചിലപ്പോഴൊക്കെ മിക്കവാറും പോസിറ്റീവ് റെസ്പോൺസാ തരാറ്. അപ്പൊ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യും, നമ്മുടെ കോർട്ടിസോൾ റിലീസ് ചെയ്യണോണ്ട് തന്നെ ഗ്ലൂക്കോസ് സെക്രീഷനും കൂടും. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ സ്ട്രെസ് പോവാണ്ടിരിക്കുമ്പോ നമുക്കിപ്പോ അത് ഇറിറ്റേഷൻ ആവാം, ലോസ് ഓഫ് സ്ലീപ്പ് ആവാം, കണ്ടിന്യൂസ് നമ്മൾ ഫിസിക്കൽ സ്ട്രെയിൻ ആവാം, മെന്റൽ സ്ട്രെയിൻ ആവാം. അപ്പൊ എന്താ പറഞ്ഞേ എന്താ വെച്ചാൽ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന സാധനം അത് കണ്ടിന്യൂസ്ലി എലിവേറ്റഡ് ആയിട്ട് നിൽക്കും. ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. നമ്മുടെ ശരീരത്തിന് നല്ല ഒരു റിസൾട്ട് അല്ല കൊടുക്കുന്നത്. അതാണ് നമ്മൾ പിന്നീട് ക്രോണിക് സ്ട്രെസ്സിലേക്ക് പോണത്. ഞാൻ പറയാൻ പോണ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്ലീപ്പാണ്. സ്ലീപ്പ് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ
ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആ ഭക്ഷണത്തിന്റെയും വെള്ളത്തിനെയും കാട്ടിയും അതിലും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഭക്ഷണം ഇല്ലാണ്ട് മനുഷ്യൻ ജീവിക്കണേയും കാട്ടിയും എത്ര നാൾ നമുക്ക് ഭക്ഷണം എത്ര ദിവസം നമുക്ക് കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. വെള്ളം കുടിക്കാണ്ട് എത്ര ദിവസം കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. പക്ഷെ ഉറക്കമില്ലാണ്ടായി കഴിഞ്ഞാൽ മനുഷ്യന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും സിവിയർ ഫോം ഓഫ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഭക്ഷണം കൊടുക്കാണ്ടിരിക്കണതോ വെള്ളം കൊടുക്കാണ്ടിരിക്കണതോ അല്ല, ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു മനുഷ്യനെ ടോർച്ചർ ചെയ്യണതാണ് ഏറ്റവും സിവിയർ ഫോം ഓഫ് പണിഷ്മെന്റ്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുമ്പോൾ ഉറക്കം ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഒരു 6 തൊട്ട് 8 മണിക്കൂർ ഉറക്കം നമുക്ക് ഓരോ മനുഷ്യനും ആവശ്യമാണ്. അതിൽ തന്നെ 4 മണിക്കൂറെങ്കിലും ഡീപ്പ് സ്ലീപ്പ് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ബോഡിയിലെ റിപ്പയർ മെക്കാനിസം, നമ്മുടെ റെസ്റ്റോറേറ്റീവ് പ്രോസസ്സ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹോർമോൺസ് ആയാലും എല്ലാം ബാലൻസ് ആയിട്ട് നടക്കുള്ളൂ. അപ്പൊ 4 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് വേണം. ഇപ്പൊ ഏറ്റവും പ്രശ്നം ഇപ്പൊ കാർഡിയാക് അറസ്റ്റ്, നമ്മൾ പല പ്രാവശ്യം നമ്മൾ പല സ്ഥലത്തും കാർഡിയാക് അറസ്റ്റ് കേസസ് കേൾക്കുന്നുണ്ട്. അവിടെ പെട്ടെന്ന് വളരെ യങ് ആയിട്ടുള്ള ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു. കുറെ മോസ്റ്റ് ഓഫ് ദി കേസസിൽ നമ്മൾ ഇപ്പോഴത്തെ റിസർച്ച് പ്രകാരം കാണുന്നത്, നമ്മൾ വിചാരിക്കും അത് കോവിഡിന്റെ എഫക്റ്റ് ആണ്, വാക്സിനേഷന്റെ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ബാഡ് ലൈഫ് സ്റ്റൈല്, ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കഴിച്ചിട്ടുള്ളത് അല്ല. അതിലൊക്കെ കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള 2-3 സെലിബ്രിറ്റീസ് മരിച്ചിട്ടുണ്ട്. അവരൊക്കെ വളരെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ആയിരുന്നു. അവര് വളരെ ഫിറ്റ്നസ് നോക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ലൈഫിൽ ഒരു കോമൺ ഫാക്ടർ വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം കുറവായിരുന്നു. ലെസ് ദാൻ 4 hours ഓഫ് സ്ലീപ്പ് ആയിരുന്നു അതിന്റെ. അപ്പൊ അത് കൊണ്ടാണ് കാർഡിയാക് അറസ്റ്റിലേക്ക് പോയത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഉറക്കം എന്നുള്ളത് നമ്മുടെ ഒരാളുടെ ബോഡിയുടെ ലൈഫിലെ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. നമ്മള് ഒരു 17 മണിക്കൂർ അടുപ്പിച്ച് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ആൽക്കഹോളിസം. കാരണം നമ്മൾക്ക് ഒരു കിറുങ്ങിയ അവസ്ഥ വരാം. 24 മണിക്കൂർ നമ്മൾ ഒരുമിച്ച് ഉറങ്ങാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മള് പോലീസൊക്കെ പിടിക്കുമ്പോ ഇത് ഊതാൻ പറയുമ്പോൾ ഒരു ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലേ, 0.10% ഇക്വലന്റ് ആൽക്കഹോൾ വരും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇക്വലന്റ് ടു നമ്മൾ ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ല, ലീഗലി ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിൽ. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് 24 hours ഉറങ്ങിയില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ വിചാരിക്കും നമുക്കിത് കുറേ പണികളുണ്ട്, ഈ പണികളൊക്കെ കഴിച്ചിട്ട് ഞാൻ ഉറങ്ങാം, അല്ലെങ്കിൽ വേണ്ട എനിക്കിപ്പോ ഈ വീക്കെൻഡ് വരുന്നുണ്ടല്ലോ, ഞാൻ വീക്കെൻഡിൽ ഉറങ്ങിയാൽ മതിയോ? പറ്റില്ല. നമ്മൾ ഓരോ ദിവസത്തെയും റെസ്റ്റ് നമുക്ക് ആ ദിവസം തന്നെ നമുക്ക് കിട്ടണം. അത് ഇന്ന് എടുക്കേണ്ട റെസ്റ്റ് നമ്മൾ 1 ആഴ്ച കഴിഞ്ഞിട്ട് എടുത്താൽ മതിയോ? ഇല്ല. നമ്മുടെ DNA സിന്തസിസ്, നമ്മുടെ ഹാർട്ടിന്റെ റെസ്പിറേറ്റീവ് ഫങ്ഷൻ, എല്ലാത്തിനും നമുക്കിപ്പോ ബോഡിയിൽ ഉണ്ടാവണം മസിൽസിന്റെ വീക്ക്നെസ്, ഇതെല്ലാം നടക്കുന്നത്, റിപ്പയറിംഗ് വർക്ക് മുഴുവൻ നടക്കുന്നത് നമ്മൾ റെസ്റ്റ് ഫേസിലാണ്. ആ റെസ്റ്റ് ഫേസ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മുടെ ബോഡിയിലെ റിപ്പയർ ആൻഡ് റെസ്റ്റോറേറ്റീവ് ഫംഗ്ഷൻ എപ്പോഴാണ് നടക്കുക? അപ്പൊ ഏറ്റവും കൂടുതൽ എഫക്റ്റ് കാർഡിയാക് ഹെൽത്തിനെ എഫക്ട് ചെയ്യും. അത് ബോഡിയിലെ പല ഹോർമോൺസ് മെറ്റബോളിസത്തിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഓൾ ടുഗദർ അതൊരു സിസ്റ്റമിക് അഫക്ഷൻ ആയിട്ട് മാറും. ഹാർട്ട് റേറ്റ് കൂടും, കൊളസ്ട്രോൾ കൂടും, ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യും. BP ഉള്ള ആൾക്കാർക്ക് അതൊരു പ്രശ്നമാണ്. ഇപ്പൊ എന്തായിരിക്കും ഈ ഉറക്കക്കുറവിന്റെ കാരണം? നമ്മളുടെ ജോലി തിരക്ക് മാത്രമാണോ, അല്ലെങ്കിൽ വീട്ടിലെ തിരക്കുകൾ മാത്രമാണോ? എനിക്ക് തോന്നുന്നത് അതിലൊക്കെ കൂടുതലായിട്ട്, ലേഡീസിന്റെ കാര്യമല്ല ഞാൻ പറയണേ, ഞാൻ ഇൻ ജനറൽ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയണ, നമ്മളുടെ ഏറ്റവും കൂടുതൽ ടൈം കൊണ്ടുപോണ സ്ഥലം എവിടെയാണെന്നറിയോ? നമ്മുടെ മൊബൈൽ ഫോണാണ്. നമ്മളൊരു മങ്കിയുടെ കഥ പറയാം. ഒരു കുരങ്ങൻ ഒരു വീട്ടിൽ കയറി. ആ വീട്ടിൽ കയറിയപ്പോ ഒരു കുടം കണ്ടുണ്ടായിരുന്നു. ആ കുടത്തിന്റെ അകത്ത് അവന് ഇഷ്ടമുള്ള കുറെ കടല ഉണ്ടായിരുന്നു. അവനൊരു കൈ ഇട്ടു, കടല എടുത്തു, വായിലിട്ടു, നല്ല ടേസ്റ്റ്. അപ്പൊ അവൻ വെച്ചു 2 കൈയും കൂടി ഇടാം. 2 കൈ ഇട്ട് 2 കൈയിലും കടല നിറച്ചു വെച്ചു. കുടത്തിന്റെ മുഖം ഇത്രയേ ഉള്ളൂ. അവന് 2 കൈയും കൂടെ ഒരുമിച്ച് എടുക്കാൻ പറ്റും. അപ്പോഴേക്കും ആ വീട്ടിലെ ആള് വന്നു. അപ്പൊ അവന് എന്താണ് ഈ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോണമെന്നുണ്ട്. പക്ഷെ അവന് ഈ 2 കൈയും കൂടെ ഒരുമിച്ച് എടുക്കാൻ അത്ര സ്പേസ് ഇല്ല.
അവനെക്കാട്ടില്ല, വിടാനും പറ്റില്ല. അതാണ് നമ്മളിപ്പോ മിക്കവാറും എല്ലാവരുടെയും അവസ്ഥ. ഈ മൊബൈൽ ഫോണും നോക്കി പിടിച്ചിട്ട് ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അൺനെസസറി ആയിട്ട് കുറെ കണ്ടന്റ്സ് വരും. എന്താ സ്ക്രോൾ ചെയ്യണേ, നമുക്ക് എന്താ വേണ്ടത്? ചിലപ്പോൾ നമ്മള് ഒരു മെസ്സേജ്, ഇമ്പോർട്ടന്റ് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കാനോ ആയിരിക്കും നമ്മൾ ഫോൺ എടുക്കുന്നത്. അത് എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോ ഒരു ഫേസ്ബുക്ക് തുറന്നു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നു, അവിടെ ഒരു മെസ്സേജ് കണ്ടു, പിന്നെ അതുമ്മയാണ് സ്ക്രോളിങ്. പിന്നെ നമ്മൾ എന്ത് കാര്യത്തിന് ഈ ഫോൺ എടുത്തതെന്ന് ഓർമ്മയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും നമ്മൾ പറയണേ, ഈ ബെഡ്റൂമില് ഫോൺ കൊണ്ട് വെക്കാണ്ടിരിക്കുക. അത് റേഡിയേഷനും അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ ആ ലൈറ്റിന്റെ എഫക്റ്റ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഒരു സിക്കാർഡിയൻ റിതം ഉണ്ട്. നമ്മൾ കോർട്ടിസോളിന്റെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സ്ട്രെസ് ഹോർമോൺ ആണെന്ന് പറഞ്ഞത്. കോർട്ടിസോൾ സെക്രീഷൻ നമ്മളുടെ രാത്രി ഒരു സമയമാവുമ്പോ കോർട്ടിസോൾ സെക്രീഷൻ കുറയും. അപ്പോഴാണ് മെലറ്റോണിൻ എന്ന് പറയുന്ന സാധനം കൂടുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. അതുപോലെ തന്നെ ഒരു കുറെ നേരം കഴിയുമ്പോൾ നമ്മൾ മോർണിംഗ് ടൈം ആവുമ്പോൾ കോർട്ടിസോൾ സെക്രീഷൻ പെട്ടെന്ന് കൂടും. അപ്പോഴാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. അപ്പൊ അതൊരു സിക്കാർഡിയൻ റിതമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ മെലറ്റോണിൻ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത്, കോർട്ടിസോൾ സെക്രീഷൻ കുറയുന്ന സമയത്ത് രാത്രി ഒരു 9-10 മണി ആവുമ്പോഴാണ് നമ്മളെല്ലാവരും ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് പുറത്ത് വന്നു, എന്റെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു, ഭർത്താവും പിള്ളേരൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കിടക്കുന്നത്, ഞാനിത് മൊബൈൽ നോക്കാന്ന് പറഞ്ഞിട്ട് നടക്കണം. ആ മൊബൈൽ നോക്കണ കൊണ്ട് അപ്പൊ എന്താ, പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂസ് കണ്ടു, ചിലപ്പോ നമുക്ക് ഈ ഇഷ്ടമുള്ള ന്യൂസ് ആവണമെന്നില്ല, വിഷമമ്പോൾ മനസ്സിന് വിഷമം തക്കണ ഏതെങ്കിലും ഒരു ആക്സിഡന്റിന്റെ വീഡിയോ കണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈമിന്റെ വീഡിയോ കണ്ടു. അങ്ങനെ നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സിന് വിഷമം വന്നു. അപ്പൊ എന്തായി, കോർട്ടിസോൾ പിന്നെയും കൂടി. അപ്പൊ മെലറ്റോണിൻ കുറഞ്ഞു, പിന്നെ ഉറങ്ങാൻ പറ്റൂ. ഇത് ഒരു ദിവസമായി, 2 ദിവസമായി. ഇത് എല്ലാ ദിവസവും നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ബോഡി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റീൽസ് സ്ക്രോൾ ചെയ്യണേന്ന് വിചാരിക്കും. അത് ആക്ച്വലി റിലാക്സേഷൻ അല്ല ഉണ്ടാവുന്നത്. ഉറങ്ങാൻ സമയത്ത് നമ്മൾ ആ ഇത് നോക്കണ കൊണ്ട് റിലാക്സേഷൻ ഒട്ടും വരില്ല. അതിന്റെ ഇഫക്റ്റ് ഇതാണ്, കോർട്ടിസോൾ സെക്രീഷൻ അങ്ങോട്ട് കൂടും, ഉറക്കം പോവുകയും ചെയ്യും. മെലറ്റോണിൻ, ഉറങ്ങാൻ വേണ്ട ഹോർമോണായ മെലറ്റോണിൻ കുറയുകയും ചെയ്യും. പിന്നെയും ഈ ബോഡിക്ക് അറിയോ ഇത് ഫോൺ ഇങ്ങനെ നോക്കിയതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത്, പിന്നെ മെലറ്റോണിൻ ഒന്നും വരുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ ദിവസം അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോഴാണ് പിന്നെ ആ സിക്കാർഡിയൻ റിതം 10 മണിക്ക് കോർട്ടിസോൾ കുറഞ്ഞ മെലറ്റോണിൻ കൂടുന്നത് മാറി എന്തായി, 11 മണിയായി, 12 മണിയായി. പിന്നെ നമ്മുടെ സ്ലീപ്പ് സൈക്കിളേ മാറി. ഇപ്പൊ എന്റെ ക്ലിനിക്കിൽ വരുന്ന പല ആൾക്കാരോട്, ഞാൻ ഈവൻ യങ് ജനറേഷനിലുള്ള സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ 2 മണിയാണ് അവർ ഉറങ്ങണത്. അത് അപ്പൊ നമ്മൾ രാത്രി 2 മണിക്ക് ഉറങ്ങണ ഒരാൾക്ക് രാവിലെ 6 മണിക്ക് എണീക്കാൻ പറ്റൂ? അപ്പൊ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞപ്പോ സ്ത്രീകളോട് പറയണ്ടായിരുന്നു, രാവിലെ എണീക്കണം. രാവിലെ നമുക്ക് നേരത്തെ, കാരണം ഓഫീസിൽ എത്തേണ്ട സമയത്ത് നമ്മൾ ഫിക്സ്ഡ് ആണ്, നമുക്ക് എണീക്കാൻ പറ്റൂ. ഇനി എണീറ്റാൽ തന്നെ നമ്മുടെ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യൂ? ഇല്ല. നമുക്ക് നമ്മളൊരു ആൽക്കഹോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മന്ദത പോലെ ആയിരിക്കും നമ്മുടെ ബ്രെയിനിന്. പിന്നെ അത് ഇൻ ടേൺ ലീഡ്സ് ടു പിന്നീട് നമുക്ക് മെമ്മറി ലോസ് ഉണ്ടാവും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓഫീസിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല, നമ്മുടെ ബ്രെയിൻ ഓടണ്ടേ. അപ്പൊ അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റെസ്റ്റ്. നമുക്കൊരു റെസ്റ്റ്, ഇപ്പൊ നമ്മളൊരു ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ആളാണ്, നമ്മൾ ആ ഡെലിവറി കഴിഞ്ഞ പീരീഡിൽ തന്നെ റെസ്റ്റ് വേണം. ഈ റെസ്റ്റ് 3 മാസം എടുക്കണ 90 ഡേ പീരീഡ് റെസ്റ്റ് പിന്നീട് 1 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടി വലുതായി കഴിഞ്ഞിട്ട് എടുത്താൽ മതിയോ? നമ്മുടെ ബോഡി റെസ്ട്രേറ്റീവ് ഫേസ് ആ സമയത്തല്ലേ, അതുപോലെ തന്നെയാണ് സ്ലീപ്പ്. അപ്പൊ അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്. നമ്മള് ഭക്ഷണം കഴിക്കാണ്ട് വെള്ളം മാത്രം കുടിച്ചിട്ട് നമുക്ക് ഒരു 3 ആഴ്ച 4 ആഴ്ചക്കുള്ളിലൊക്കെ ജീവിച്ചിരിക്കാൻ പറ്റും. വെള്ളം മാത്രം, ഭക്ഷണമില്ല, ഇനി വെള്ളം ഇല്ലാണ്ട് നമുക്ക് ഒരാഴ്ച ജീവിച്ചിരിക്കാൻ പറ്റും. പക്ഷെ ഉറക്കമില്ലാണ്ട് 3 ദിവസം 4 ദിവസം ഇത്രേ ജീവിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ ഒരു വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയാനുണ്ട്. 72 മണിക്കൂറിൽ കൂടുതൽ ഒന്നും ആരും വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കരുത് കേട്ടോ. ഇതാണ് നമ്മുടെ സ്ലീപ്പ് ആൻഡ് റെസ്റ്റിനെ പറ്റി എനിക്ക് പറയാനുള്ള. സ്ട്രെസ്സിനെ പറ്റിയും നമ്മൾ പറഞ്ഞു. അപ്പൊ സ്ട്രെസ്സിനെ പറ്റി പറയുമ്പോ സ്ട്രെസ് ഫാക്ടേഴ്സ് മെന്റൽ സ്ട്രെസ് മാത്രമല്ല, ഫിസിക്കൽ സ്ട്രെസ്സും ഉണ്ട്. അതിലും നമ്പർ 1 ആയിട്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ ഞാൻ പറയണത് ലോസ് ഓഫ് സ്ലീപ്പ് തന്നെയാണ്. അത് ചിലത് നമുക്ക് നമ്മുടെ മെന്റൽ പ്രോബ്ലം കാരണം, വിഷമം കാരണം വരുന്ന ലോസ് ഓഫ് സ്ലീപ്പ് ഉണ്ട്. അല്ലാത്ത ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൂടുതൽ. അപ്പൊ ഉറക്കത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി
സമയത്തിന് ഉറങ്ങാൻ ശ്രമിക്കുക. അത് ഒരു ദിവസം കൊണ്ടൊന്നും പോസിബിൾ ആവില്ല. ഇപ്പൊ ഉറക്കം നമ്മളിപ്പോ ആ ഒരു റിതം വരണമെന്നുണ്ടെങ്കിൽ ഒരു ഹാർമണി റിതം, അതാണ് ഞാൻ പറഞ്ഞത്, ബാലൻസ് ആൻഡ് ഹാർമണി ഈസ് സംതിങ് വി ഹാവ് ടു ക്രിയേറ്റ്. അല്ലാണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെ ബാലൻസും ഓരോരുത്തരുടെ ഹാർമണിയും നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഇനി ഞാൻ പറഞ്ഞ ഒരു ടോപ്പിക്, അപ്പൊ സ്ട്രെസ് നമുക്ക് ഇനി കുറയ്ക്കണം. മെന്റൽ സ്ട്രെസ് ആവാം, ഫിസിക്കൽ സ്ട്രെസ് ആവാം. ഫിസിക്കൽ സ്ട്രെസ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ബോഡി സ്ട്രെസ് വരുന്നത്? നമുക്ക് എന്തെങ്കിലും വയ്യായയാണോ? നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നമുക്ക് പല ന്യൂട്രീഷനെ പറ്റി പറയാനുണ്ട്. അപ്പൊ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരുമ്പോൾ അത് പറഞ്ഞു പോവാം. എന്താണ് നമ്മുടെ ബോഡി ഫിസിക്കൽ സ്ട്രെസ് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കുറെ ടെസ്റ്റുകൾ ചെയ്യാനുള്ള ഇതുണ്ട്, എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. ടെക്നോളജീനെ യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് എന്താണ് നമ്മുടെ ബോഡിയിലെ പ്രോബ്ലം? ഇപ്പൊ തൈറോയിഡ് ആണോ, ഷുഗർ ആണോ, ഷുഗർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് വരുന്നത്, അത് കണ്ടുപിടിച്ച് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമ്മൾ മെഡിസിൻ കഴിക്കുക. അല്ലാത്ത കാര്യങ്ങൾ, നമ്മളിപ്പോ മെന്റൽ സ്ട്രെസ് ആണെങ്കിൽ പല ആൾക്കാർക്കും മനസ്സിലാവാത്ത ഒരു കാര്യം, നമ്മൾ ബോഡിയുടെ എന്തെങ്കിലും അസുഖമാണെങ്കിൽ വേഗം ഡോക്ടറെ പോയി കാണും. മെന്റൽ സ്ട്രെസ്, മൈൻഡ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് ഓർഗൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. പക്ഷെ അതിനെന്തെങ്കിലും ഒരു അസുഖം വന്നു, നമുക്കിപ്പോ ഒരു ഒരു മൂഡ് സ്വിങ്സ് പോലെ വരുന്നുണ്ട്, നമുക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല, വിഷമം, എന്താ കാര്യം എന്ന് മനസ്സിലാവണില്ല. ചില നേരത്തെ എനിക്ക് തന്നെ അറിയില്ല എന്തിനാ എനിക്ക് ദേഷ്യം വരുന്നത്, എനിക്ക് തന്നെ അറിയില്ല എനിക്ക് എന്തിനാ സങ്കടം പറഞ്ഞത്. അങ്ങനെ വരുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇഷ്ടം പോലെ സൈക്കോളജിസ്റ്റ് ഉണ്ട്, ലൈഫ് കോച്ചസ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്. നമ്മൾ അവരെ കണ്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവര് പറയണ രീതിയിൽ നമ്മള് അതൊക്കെ ഫോളോ ചെയ്യാം. അതല്ലാണ്ട് ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, നമ്മള് ചെറിയ സ്ട്രെസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണോ സ്ട്രെസ്, ഇപ്പൊ നമുക്ക് കോസ് ഓഫ് സ്ട്രെസ് അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്? ഇപ്പൊ നമുക്ക് ബുക്ക് വായിക്കുന്നതാണോ ഇഷ്ടം, TV കാണുന്നതാണോ ഇഷ്ടം, ഒരു മൂവിക്ക് പോണതാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളോട് വർത്താനം പറയണതാണോ ഇഷ്ടം? നമ്മൾ ചെയ്ത് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ കുറെ ബ്രീത്തിങ് എക്സസൈസസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ബോഡിക്ക്, നമ്മളെപ്പോഴും ഒരേ ഇരിപ്പിരുന്ന് ഒരേ ഇപ്പൊ വീട്ടിൽ പുറമെ ജോലിക്കൊന്നുമുള്ള ഹോം മേക്കർ ആയിട്ടുള്ള ലേഡീസ് ഉണ്ടാവും. വീടിന്റെ അകത്ത് മാത്രം ഇരുന്നിട്ട് എല്ലാവരുടെ കാര്യങ്ങളും നോക്കണ ലേഡീസ് ഉണ്ടാവും. കുറെ നാൾ കഴിയുമ്പോൾ അവർക്ക് തോന്നും, ഞാൻ തന്നെ എല്ലാ ദിവസവും രാവിലെ ഞാൻ എണീക്കണു, ഞാൻ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണു, എന്റെ കാര്യങ്ങൾ, എനിക്കൊരു ദിവസം വയ്യായി വരുമ്പോ എന്നെ ആരും ശ്രദ്ധിക്കണില്ലല്ലോ. അതൊരു കാര്യമാണ്. നമുക്ക് കുറച്ചു നാൾ കഴിയുമ്പോൾ ഒരു ദിവസത്തെ കാര്യമില്ലല്ലോ, 10-20 ദിവസമൊക്കെ ആയി, 20 കൊല്ലൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും ചില ലേഡീസിന് ഇങ്ങനെ ഒരു ഫീലിംഗ് വരണേ. അപ്പൊ തോന്നും, ഞാൻ എന്ത് കിട്ടി എനിക്ക് എന്റെ ലൈഫിൽ നിന്ന്. ഹിലാരി ക്ലിന്റൺ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ ഒരു കരിയർ കിട്ടി, നമുക്കൊരു ഗുഡ് കരിയർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് ലൈഫ് ഉണ്ടെന്ന് യാതൊരു അർത്ഥവുമില്ല. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതില് ലേഡീസ്, വർക്കിംഗ് ലേഡീസ് ഉണ്ടാവും, ഹോം മേക്കേഴ്സ് ആയിട്ട് വീട്ടിലുള്ള ലേഡീസ് ഉണ്ടാവും. എല്ലാവർക്കും ഗിൽറ്റ് ഫീൽ. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജോലിക്ക് പോണ ആൾക്കാർക്കും ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ തോന്നും, ജോലിക്ക് പോയതുകൊണ്ട് എനിക്ക് എന്റെ മക്കൾക്ക് ഇത്രയും സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എന്റെ മക്കളെ കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ അവരോടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ? അങ്ങനെ വിചാരിക്കണം. അതൊരു ഗിൽട്ടാണ്. എന്നാ ജോലിക്ക് പോവാത്ത ആൾക്കാര്, വീട്ടിലെ മാത്രം കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് അപ്പൊ അങ്ങനെയും ഒരു ഗിൽട്ട് വരാം. ഞാൻ ജോലിക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പൈസ ഉണ്ടായിരുന്നേ, എന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നല്ലോ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയേനായിരുന്നു. അപ്പൊ നമുക്കൊരിക്കലും ഒരു പെർഫെക്റ്റ് ലൈഫ് ബാലൻസ് എന്ന് പറയണതില്ല. നമ്മളൊരു മിഡ് വേ പോയിന്റിൽ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ അതാണ് ആദ്യം പറഞ്ഞത്, പ്രയോറിറ്റി എന്താണ്, നമ്മൾ എന്തായാലും നമ്മളൊരു ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ. ആ ഡിസിഷനിൽ നമ്മൾ ഒരു സിൻസിയർ ആയിട്ട് ഹാപ്പി ആയി പോവാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് അതുകൊണ്ടൊക്കെ നമ്മുടെ എടുത്ത ഡിസിഷൻ കൊണ്ട് തന്നെ സ്ട്രെസ്സുകൾ വരാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടി നമ്മൾ എപ്പോഴും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോ ആദ്യം അവനവനെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. നിങ്ങൾ ആരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കണം ഉത്തരം? എനിക്ക് എന്നെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഇത്ര നാളൊന്നും ചെയ്തില്ല, ഞാൻ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, അങ്ങനെ ഒരു ഫീലിംഗ് ആർക്കെങ്കിലും ഇവിടെ സെഷൻ അറ്റൻഡ് ചെയ്യണ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ തൊട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും. മറ്റുള്ള ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ആലോചിക്കുക.
അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചിലപ്പോ എനിക്കിപ്പോ പുറത്തു പോയി ഒരു കോഫി കുടിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലപ്പോ പുറത്തു പോയി ഒരു സിനിമയ്ക്ക് പോണതായിരിക്കും ഇഷ്ടം, ചിലപ്പോ ഒന്ന് മഴ നനയണതായിരിക്കും ഇഷ്ടം, അത് ചിലപ്പോ ഒരു ഡാൻസ് കളിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലപ്പോ ഒരു പാട്ട് കേൾക്കണതായിരിക്കും ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് എനിക്ക് വേണ്ടി സമയം, അല്ലെങ്കിൽ യോഗ ചെയ്യണതായിരിക്കും ഇഷ്ടം, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന മദേഴ്സ് ഡേ മെസ്സേജ്. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടി കൂടി 1 മണിക്കൂർ ദിവസം മാറ്റി വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നവുമില്ല. അപ്പൊ സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്, ഒരുപാട് കുറെ. അത് പ്രത്യേകിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല, കാരണം നമുക്ക് 9 മണിയായി. നമുക്കിനി ഒരു 20 മിനിറ്റിന്റെ ഉള്ളിൽ ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് അവസാനിപ്പിക്കണം. പിന്നെ ഞാൻ പറയാൻ പോണത് സ്കിന്നിനെ പറ്റിയാണ്. സ്കിന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല ഭംഗിയുള്ള സ്കിന്ന്, നല്ല ഭംഗിയുള്ള മുടി, നല്ല ശരീരം, ഹെൽത്തി ആയിട്ടുള്ള ബോഡി, ഗുഡ് ലുക്കിംഗ് ആയിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം? അപ്പൊ അതിൽ തന്നെ നമ്മൾ നല്ല ഭക്ഷണവും കഴിക്കണം, നന്നായിട്ട് വെള്ളവും കുടിക്കണം, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും വേണം. അപ്പൊ അതിൽ ഞാൻ പറയാൻ പോണത്, നമ്മൾ ഇപ്പൊ എല്ലാവർക്കും അറിയാം AM റൂട്ടീൻ. സ്കിന്നിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ AM റൂട്ടീൻ ഉണ്ട്, PM റൂട്ടീൻ ഉണ്ട്. നമ്മളെ കേരളത്തിലെ സ്ത്രീകൾ അല്ലെങ്കിൽ നാച്ചുറലി ബ്യൂട്ടിഫുൾ ആണ്. കേരളത്തിലെ ആൾക്കാർ, കാരണം ഭക്ഷണ കാര്യങ്ങൾ നല്ലതാണ്. എന്താണ്, നല്ല വെള്ളം, അധികം പൊള്യൂട്ടൻസും ഹെവി മെറ്റൽസും ഒന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായ കിണറിൽ നിന്നുള്ള വെള്ളമാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിലാണ് നമ്മൾ കഴിക്കുന്നത്. കോക്കനട്ട് ഓയിൽ നമ്മൾ തലയിൽ തേക്കണു, നമ്മളെ ഭക്ഷണങ്ങളിൽ കഴിക്കണു, കറിവേപ്പില. അപ്പൊ പണ്ടത്തെ നമ്മൾ അമ്മമാരെ നോക്കാന്ന് വെച്ചാൽ അവരുടെ സ്കിന്നൊക്കെ നമ്മുടെ പ്രായത്തെ, എന്റെ പ്രായത്തിലുള്ള എന്നെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ സ്കിൻ എന്നെയും കാട്ടി നല്ലതാ. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ മെത്തേഡ്സ് ആണ് അവരൊക്കെ യൂസ് ചെയ്യണത്. അന്ന് ആരും ഇപ്പോഴത്തെ ലേഡീസിനെ പോലെ നമ്മളൊക്കെ മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീന് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ആരും അവര് അങ്ങനെയൊന്നും കെമിക്കൽസ് ഒന്നും വാരി പൂശിയിട്ടുണ്ടായിരുന്നില്ല. നാച്ചുറൽ മെത്തേഡ്സാ. വെളിച്ചെണ്ണ തേച്ച് കുളിച്ചു, നാൽപ്പാമരാതി തൈലം തേച്ച് കുളിച്ചു. നമുക്ക് നമ്മുടെ ജനറേഷന് ഇപ്പൊ അത് കുറച്ച് പോസിബിൾ അല്ല. പിന്നെ അൾട്രാവയലറ്റ് റേസും ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഒരു സ്കിന്നിന്റെ റുട്ടീൻ എന്തൊക്കെയായിരിക്കണം? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുഖം നന്നായിട്ടൊരു മുഖം കഴുകുക. സാധാരണ നമ്മൾ ഒരു എന്താ പറയാ, ക്ലീനിങ് ലിക്വിഡ്, ഏതെങ്കിലും ഒരു ക്ലീനിങ് ലിക്വിഡ് വെച്ച് നമ്മൾ കഴുകുക. നമ്മളെ മാർക്കറ്റിൽ കുറെ അവൈലബിൾ ആണ്. പയറ്, അല്ലെങ്കിൽ പണ്ടത്തെ ജനറേഷൻ വെച്ചാൽ പയറ് പൊടി വെച്ച് കഴുകുക. മുഖം നന്നായിട്ട് ക്ലീൻ ആയിട്ട് കഴുകുക. പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നാച്ചുറലി വേണമെന്നുണ്ടെങ്കിൽ അലോവേരയോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുക, അത് കഴുകിക്കളയുക. പുറത്തു പോകുമ്പോൾ എന്തായാലും SPF 50യുടെ മുകളിലുള്ള സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യുക. കാരണം പണ്ടത്തെ പോലെയല്ല UV റേസ്, അതിൽ UVA റേസ് ഉണ്ട്, UVB പ്രൊട്ടക്ഷൻ ഉള്ള റേസ് ഉണ്ട്. SPF 50യുടെ മുകളിലുള്ള സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യുക. അതിൽ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ കെമിക്കൽ സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്തിട്ട് മിനറൽ ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോ ഒരു വാട്ടർ ബോഡി, നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ റിസോർട്ടിലൊക്കെ പോവുകയാണെങ്കിൽ, വെള്ളത്തിലൊക്കെ പോകണമെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ 2 മണിക്കൂർ കൂടുമ്പോഴായാലും അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം ആയാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ പ്രാവശ്യം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴും മുഖം കഴുകിയിട്ട് മാറ്റിയിട്ട് വേണം അടുത്ത സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് വീണ്ടും നമ്മൾ ഓഫീസിലൊക്കെ പോയി വന്നാൽ മേക്കപ്പ് മുഴുവൻ റിമൂവ് ചെയ്തിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആന്റി ഏജിങ് സീറമോ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കൂടുതലായിട്ടും നമുക്ക് ചെയ്യാനുള്ളത്, അല്ലാണ്ട് നമുക്കിപ്പോ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ 40 ഇയേഴ്സിന് മുകളിൽ വരുന്ന ലേഡീസ് ക്ലിനിക്കിൽ വരുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2 പ്രധാന പ്രശ്നമാണ്. ഒന്ന്, ബ്ലാക്ക് പാച്ചസ് വരും നമ്മുടെ ചീക്സിലൊക്കെ. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമ്മുടെ ഈ കണ്ണിന്റെ അടിയിലൊക്കെ നമ്മുടെ സ്കിന്ന്, ഫേസിലെ സ്കിന്ന്, എസ്പെഷ്യലി ഈ ഏരിയയിലുള്ള സ്കിന്ന് ഭയങ്കര തിന്നാണ്. അവിടെ ഫാറ്റ് കുറവാണ്. അപ്പൊ നമുക്കൊരു ഏജ് ആകുമ്പോഴേക്കും ഫാറ്റ് ലൂസ് ആകുമ്പോഴേക്കും പഫി ഐസ് പോലെ വരും. അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കും. അപ്പൊ അതിന് പറയും, നമ്മൾ ഗ്രീൻ ടീ ബാഗ്സ് കിട്ടും. ഗ്രീൻ ടീ ബാഗ്സ് വെച്ചിട്ട് നമ്മൾ അതിനെ വെള്ളത്തിലിട്ട് പോയാൽ അതിനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിങ്ങനെ നെക്കി കഴിഞ്ഞാൽ കുറെ കഫീൻ വെച്ചിട്ടുള്ള ക്രീംസ് കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ കുക്കുംബർ വെച്ചാൽ വെള്ളരിക്ക നമ്മൾ മുഖത്ത് വെക്കില്ലേ. പിന്നെ നമ്മള് ആയുർവേദിക് ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ മഞ്ചിഷ്ട ക്രീം, കറുത്ത ഇതിന് മഞ്ചിഷ്ടയുടെ ഇത്, ലിക്കോറിസ് റൂട്ട്, അതിനെ ഇരട്ടിമധുരം എന്നാ പറയാം, ഇരട്ടിമധുരം. അത് കഴിക്കുകയും ചെയ്യാം. അത് തേനിലോ എന്തെങ്കിലും ചാലിച്ച് മുഖത്ത് പുരട്ടും ചെയ്യാം. അപ്പൊ ഇതാണ് സ്കിന്നിനെ പറ്റിയിട്ടുള്ള റൂട്ടീൻ. അപ്പൊ എല്ലാവരും സൺസ്ക്രീൻ എന്തായാലും മറക്കരുത്. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം. 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. അത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വളരെ
നല്ലൊരു ഇഫക്റ്റ് ആണ്. ഇനി നമ്മുടെ ന്യൂട്രീഷനെ പറ്റിയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ന്യൂട്രീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് നമ്മുടെ ഓരോരുത്തരെയും ജസ്റ്റ് ഒരു എനർജി മാത്രമല്ല ഫീമെയിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ലല്ലോ, എനർജിക്ക് വേണ്ടി മാത്രമല്ല ഫീമെയിൽ. അതിന്റെ റിക്വയർമെന്റ്സ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. അത് ഓരോ ഏജ് ഗ്രൂപ്പില് ഫീമെയിൽസിന് ഓരോ റിക്വയർമെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, ഒരു ഫീമെയിൽസ് ഒരു 13-14 ഇയേഴ്സ് ആകുമ്പോഴേക്കും മെൻസസ് തുടങ്ങി. ആ ഏജിൽ നമുക്ക് വേണ്ടത് അയൺ വേണം, ഗ്രോയിങ് സ്റ്റേജ് ആണ്, പൊക്കം വെക്കുന്നുണ്ട്, അപ്പൊ പ്രോട്ടീൻ വേണം, പിന്നെ കുറച്ച് ബോൺ ഹെൽത്ത് വേണം, കാൽസ്യം വേണം. സെയിം നമ്മളിപ്പോ ഒരു പ്രഗ്നൻസി ആയി, ലാക്ടേറ്റിംഗ് മദേഴ്സ് ആണ്, അപ്പൊ അവർക്ക് പ്രഗ്നൻസിയിലും വേണം, കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ടും കൂടുതൽ കാലറി കണ്ടന്റ് ഇൻടേക്ക് കൂടുതൽ വേണം, കുട്ടി പാല് കുടിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടത് കൂടുതൽ പ്രോട്ടീൻ വേണം, കാൽസ്യം വേണം, അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ഏജ് എന്ന് പറയുന്നത് പെരിമെനപ്പോസൽ ഏജ് ആണ്. പെരിമെനപ്പോസൽ ഏജിൽ നമ്മുടെ മസിൽസ് കുറെ വീക്ക് ആവാൻ തുടങ്ങും, നമ്മുടെ ഫൈറ്റോ ഈസ്ട്രജൻ സെക്രീഷൻ കുറയാൻ തുടങ്ങും, പ്രൊജസ്ട്രോൺ കൂടാൻ തുടങ്ങും. അപ്പൊ നമുക്ക് എനർജി ഡിപ്പ് ചെയ്യും, വല്ലാണ്ട് ഡിപ്പ് ചെയ്യും, മൂഡ് സ്വിങ്സ് കൂടുതലാവും, മസിൽ ക്രാംസ് വരും. അപ്പൊ ആ സമയത്ത് വേണ്ട ഡയറ്റ് വേറെയാണ്. അപ്പൊ നമ്മൾ ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് അബൌട്ട് ദ കലറി. നമ്മുടെ ഓരോ സമയത്ത് ഹോർമോണൽ ഷിഫ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മളുടെ വ്യത്യാസം വരണം. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഭക്ഷണങ്ങൾ? അയൺ വേണം, കാൽസ്യം വേണം, ഫോളേറ്റ് വേണം, വിറ്റാമിൻ B9, മാഗ്നീഷ്യം വേണം, omega-3 വേണം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ഞാൻ ഇൻ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ നമ്മളൊരു ഒരു പ്ലേറ്റ് എടുക്കാന്ന് വിചാരിച്ചു. നമുക്ക് ഒരിക്കലും നിറച്ച് ചോറ് ഇട്ടിട്ട്, കേരളത്തിലെ ഭക്ഷണ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ്, ഇഡ്ഡലി, ദോശ, കാർബോഹൈഡ്രേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. അത് ഒരു ലെസ് ദാൻ 25%, ക്വാർട്ടർ ഓഫ് പ്ലേറ്റ് മാത്രം. നമ്മളൊരു പ്ലേറ്റിനെ നമ്മൾ 4 പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 25% മാത്രമേ നമുക്ക് അതില് കാർബോഹൈഡ്രേറ്റ് വെക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി 50, അത് കഴിഞ്ഞ് 50% നമുക്ക് എന്ത് വേണം? വെജിറ്റബിൾസ് വേണം, പിന്നെ ഒരു ഫ്രൂട്ട് വേണം, പിന്നെ വേണ്ടത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് ഏത് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആവാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ വെജിറ്റേറിയൻ പ്രോട്ടീൻസ് കുറേ ഉണ്ട്. നമുക്കിപ്പോ പയറ് വർഗ്ഗങ്ങള്, ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് സാധനങ്ങളും ആവാം. പക്ഷെ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ മത്തി, സാഡേൻ, ട്യൂണ ഉണ്ട്, പിന്നെ മുട്ട, പിന്നെ ലീൻ മീറ്റില് ചിക്കൻ നല്ലൊരു പ്രോട്ടീൻ ആണ്. ഇതൊക്കെ ഒരു 25% വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു പ്ലേറ്റ്. നമ്മൾ വെജിറ്റബിൾസ് എടുക്കുമ്പോഴും പല കളറിലുള്ള വെജിറ്റബിൾസ് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. കളർഫുൾ ആയിട്ടുള്ള റെയിൻബോ പ്ലേറ്റ് എന്നാണ് നമ്മൾ അതിന് പറയുക. അപ്പൊ ഇനി ഈറ്റിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ നമ്മൾ ഓരോ ഏജിലും, ഞാൻ പറഞ്ഞു, ഓരോ സ്റ്റേജിലും നമുക്ക് റിപ്രൊഡക്റ്റീവ് ഇയേഴ്സിലാണെങ്കിൽ നമുക്ക് അയൺ കണ്ടന്റ് കൂടുതൽ വേണം, പ്രഗ്നൻസി സമയത്താണെങ്കിൽ നമുക്ക് കാൽസ്യം വേണം, അയഡിൻ വേണം, കലറി വേണം, പെരിമെനപ്പോസൽ ഏജിലാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് വിറ്റാമിൻ D വേണം. മസിൽ ലോസ് ഒക്കെ ഉണ്ട കാരണം വിറ്റാമിൻ D വേണം, കാൽസ്യം വേണം. ഇതാണ് നമുക്ക് വേണ്ട ന്യൂട്രീഷൻ. അപ്പൊ ഇനി നമ്മള് പറയാൻ പോണ കാര്യങ്ങൾ, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ചെയ്യുന്ന നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ, നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതില് ഗട്ട് ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല് വെച്ചിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം, നമ്മൾ അനാവശ്യമായിട്ടുള്ള പല സാധനങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ടാവും. ചിലപ്പോ പുറത്തുനിന്നുള്ള ഭക്ഷണം, ഫ്രൈഡ് ഐറ്റംസ്, ബർഗർ, പിസ്സ, അത് നമ്മുടെ ജനറേഷൻ അമ്മമാരെ പറ്റി മാത്രമല്ല പറയണേ, കുട്ടികളായാലും നമ്മളുടെ വീട്ടില് എത്ര ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് നമുക്ക് വരുന്നുണ്ട്. അതിൽ എത്രയൊക്കെ ആവശ്യമുണ്ട്. ഒരുപാട് നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഡീപ് ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ അസിഡിറ്റി ആണ് കൂടുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ റീസെറ്റ് എന്നുള്ളത് പറയാം, നമ്മൾ അത് റിമൂവ്, ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ അത് കഴിക്കുന്നത് റിമൂവ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കാൻ തുടങ്ങണം എന്നുള്ളത് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ നമ്മളെ ബോഡീനെ ഹെൽപ്പ് ചെയ്യണം പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് ഫുഡാണ്. അത് നമ്മുടെ ബോഡിയിലെ ഹെൽത്തി ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യും, ആസിഡിറ്റി കുറയ്ക്കും. അപ്പൊ ആ
പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ഫുഡ് ഏതൊക്കെയാണ്? ഒന്ന് നമ്മള് തൈര്, മോര്. പണ്ടൊക്കെ നമ്മുടെ കേരളത്തിലെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഭക്ഷണ സാധനം തൈര് മോരൊക്കെ എപ്പോഴും ഉണ്ടോ. അപ്പൊ തൈര് മോരല്ലാണ്ട് നമുക്കിപ്പോ അതിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ട് നമുക്കറിയാം യോഗട്ട്. എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഗ്രീക്ക് യോഗട്ട്. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അസിഡിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഗ്രീക്ക് യോഗട്ട് ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ആവും. കാരണം നമ്മുടെ ബോഡിയിലെ ഗുഡ് ബാക്ടീരിയൽ കൗണ്ട് കൂടും. ഗുഡ് ബാക്ടീരിയൽ കൗണ്ട് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയിലെ ഡൈജഷൻ നന്നായിട്ട് നടക്കും എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ കഴിക്കണ മൾട്ടി വിറ്റാമിൻ ആയിക്കോട്ടെ, എന്തെങ്കിലും വിറ്റാമിൻ ടാബ്ലറ്റ്, ഇപ്പൊ മാഗ്നീഷ്യം, കാൽസ്യം, കുറെ സപ്ലിമെന്റ്സ് ഉണ്ട്, അതിപ്പോ ഞാൻ പറയാം. അത് എന്റെ എല്ലാം ഇൻടേക്കും അബ്സോർപ്ഷനും അത് കൂടാനായിട്ട് സഹായിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെറ്റില് നമ്മൾ ടൈംലി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാ. നമ്മൾ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് പോയിട്ട് ബ്രഞ്ചായി, ഡിന്നർ കഴിക്കുന്നത് രാത്രി 10 മണി 11 മണിയായി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ കോർട്ടിസോൾ റിതം ഒക്കെ അപ്പോഴും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ നമ്മള് രാത്രി ഒരിക്കലും ലേറ്റ് നൈറ്റ് ആയിട്ട് ഡിന്നർ കഴിക്കാണ്ടിരിക്കുക. ഇനി കഴിക്കേണ്ടി വന്നാൽ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കുറച്ച് പ്രോട്ടീൻ കണ്ടന്റും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് 3-4 സൂപ്പർ ഫുഡ് പറയാം. സമയം കഴിയാറായി എന്ന് തോന്നുന്നുണ്ട്. 3-4 സൂപ്പർ ഫുഡ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എനർജിക്കും എല്ലാത്തിനും. ഒന്ന്, നമ്മൾ അശ്വഗന്ധ, എനർജി കുറവുള്ള ആൾക്കാർക്ക് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം നമ്മളെ മൊരിങ്ങ പൗഡർ എന്ന് പറഞ്ഞ ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ അതിന്റെ നമ്മളിപ്പോ പറയണ കേട്ടിട്ടുണ്ട് അതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റി. ആന്റി ഓക്സിഡൻസ്, ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. മുരിങ്ങയില നമുക്ക് വളരെ ഇതായിട്ട് കിട്ടുന്ന സാധനമാണ്. നമുക്കത് സ്റ്റീം ചെയ്തിട്ടോ നമ്മൾ മുരിങ്ങ കുറെ ഉള്ള സമയത്ത് അത് ലീവ്സിനെ പൗഡർ ആക്കി വെച്ചിട്ടോ നമുക്ക് പിന്നീട് എടുത്ത് ഉപയോഗിക്കാം. അതിൽ 10 ക്യാരറ്റിലുള്ളതിനും കാട്ടിയും 10% കൂടുതൽ 10 ഇരട്ടി വിറ്റാമിൻ എ ഉണ്ട്. മിൽക്കിലുള്ളതിനെയും കാട്ടിയും 17 ഇരട്ടി കാൽസ്യം ഉണ്ട്. നമ്മള് സ്പിനാച്ച്, ചീരയിലുള്ളതിനെ കാട്ടിയും 25 മടങ്ങ് അയൺ ഉണ്ട്. തൈരിലുള്ള യോഗട്ടിലുള്ളതിനെ കാട്ടിയും 9% കൂടുതൽ 9 ഇരട്ടി പ്രോട്ടീൻ ഉണ്ട്. പഴം, ബനാനയിലുള്ളതിനെ കാട്ടിയും 15 ഇരട്ടി പൊട്ടാസ്യം ഉണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്, ഡയബറ്റിസ് മെലിറ്റസിനെ കൺട്രോൾ ചെയ്യണം. അപ്പൊ മുരിങ്ങയുടെ ഇമ്പോർട്ടൻസ് അതാണ്. ഇനി അതുകൂടാണ്ട് നമ്മളുടെ മൈക്രോ ന്യൂട്രിയൻസിനെ പറ്റിയാണ് പറയുന്നത്. മെയിൻ ആയിട്ടുള്ളത് നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, ഫ്രൂട്ട്സ് വേണം, വെജിറ്റബിൾസ് വേണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് കൂടാണ്ട് നമുക്ക് വേണ്ട കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ആണ് മെഗ്നീഷ്യം, സിങ്ക്, പൊട്ടാസ്യം, സെലിനിയം, ഒമേഗ-3, വിറ്റാമിൻ ഡി. പിന്നെ അതുകൂടാണ്ട് റെസ്വെറാട്രോൾ എന്ന് പറയുന്ന വേറൊരു സാധനമുണ്ട്. അതും ആന്റി ഏജിങ്ങിനൊക്കെ നമ്മൾ ഗ്രേപ്സിലൊക്കെയാണ് അത് കൂടുതലായിട്ടുള്ളത്. അതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്കൊരു പേഷ്യന്റ് ഇപ്പൊ സ്ലീപ്പിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് മെഗ്നീഷ്യത്തിന്റെ അളവ് ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആവും, മസിൽസ് വേദന വരും, അതുപോലെ തന്നെ നമുക്ക് ഡിപ്രഷനിലേക്ക് വരും, ആങ്സൈറ്റി പോലെ വരും. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ സോഴ്സസ് എവിടെ നിന്നാണ് നമുക്ക് വരുന്നത്? അപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് എവിടെ നിന്നൊക്കെയാണ് സോഴ്സസ് ഓഫ് വിറ്റാമിൻസ് ഞാനിത് പറഞ്ഞുതരാം. അപ്പോ ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, നട്ട്സില് കാഷ്യൂനട്ട്, ബദാം, വാൾനട്ട്, പിന്നെ നമ്മളുടെ ഒമേഗ-3 ഫാറ്റി ആസിഡ്, ഫിഷ്, സാൽമൺ, മാക്രൽ, സാർഡേൻ, ഷെൽ ഫിഷ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഫ്ലാക്സീഡ്, ചിയ സീഡ്, വാൾനട്ട്. ഇതിലെല്ലാത്തിലും അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ കുറെ കാര്യങ്ങൾ കോമൺ ആയിട്ട് വരും. ഇപ്പൊ ഒമേഗ-3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ആവശ്യമാണ്, ബ്രെയിൻ ഹെൽത്തിന് ഭയങ്കര ആവശ്യമാണ്, ഹാർട്ട് ഹെൽത്തിന് ഭയങ്കര ആവശ്യമാണ്. അത് ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ഫ്ലാക്സ് സീഡ്സിലും ചിയ സീഡ്സിലും അതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ സിങ്ക് വേണം. സിങ്ക് നമ്മളെ ബോഡിയിൽ എപ്പോഴും നമ്മളൊരു വൂണ്ട് ഹീലിംഗ് നടക്കണില്ല, ഇമ്മ്യൂണിറ്റി നമുക്ക് കുറവായി എപ്പോഴും അസുഖം വരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം അത് സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടാവാം. ഇപ്പൊ മസിൽ ക്രാംസ് വരുന്നതിന് നമ്മൾ പൊട്ടാസ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാം, മെഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാം. അപ്പൊ ഇതുപോലെ വൂണ്ട് ഹീലിംഗ് നടക്കണില്ല, എപ്പോഴും അസുഖം വരണമെങ്കിൽ സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടാവാം. അത് എവിടെന്നാ വരുന്നത്? പിന്നെയും നമ്മൾ പറഞ്ഞു ഫിഷ്, എഗ്, ഡയറി,
പോൾട്രി, റെഡ് മീറ്റ്, നമ്മള് പയറുവർഗ്ഗങ്ങൾ, നമ്മൾ ഇഷ്ടംപോലെ പലതരം പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് പയറുവർഗ്ഗങ്ങളുണ്ട്, അതിലൊക്കെ സിങ്ക് ഉണ്ട്. പിന്നെ പംകിൻ സീഡ്, നമ്മുടെ എള്ള്, വെള്ള എള്ളും കറുത്ത എള്ളും. വെള്ള എള്ളില് നമുക്ക് കൂടുതലായിട്ട് കാൽസ്യം ഉണ്ട്, കറുത്ത എള്ളില് കൂടുതലായിട്ടും അയൺ ഉണ്ട്. പിന്നെ ഹോൾ ഗ്രെയിൻസ്, പിന്നെ ഒരെണ്ണം എല്ലാവർക്കും അറിയാം ക്യുനോവ. നമ്മൾ ഇപ്പോ റീൽസിലൊക്കെ കാണുന്നതായിരിക്കും. ക്യുനോവ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണ്. സിങ്ക് ഉണ്ട്, ഒമേഗ-3 ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്. അതുപോലെ തന്നെ മെഗ്നീഷ്യം ആൻഡ് സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം തിന്നാനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ലേഡീസ് ഇപ്പൊ മെൻസസിന്റെ സമയത്തൊക്കെ ഒരു സന്തോഷം, ഒരു ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മൂഡ് എലിവേറ്റർ ആണ്, കഫീൻ പോലെ മൂഡ് എലിവേറ്റർ ആണ് ഡാർക്ക് ചോക്ലേറ്റ്. സന്തോഷം വരുന്നത് എന്തുകൊണ്ടാണ്? അതിൽ മെഗ്നീഷ്യം സിങ്കും ഉള്ളത് കൊണ്ടാണ്. അത് ഡിപ്രഷന്, ആങ്സൈറ്റീനെ ഒക്കെ കുറയ്ക്കും. അപ്പൊ ഡാർക്ക് ചോക്ലേറ്റ് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് സിങ്ക്, മെഗ്നീഷ്യം. ഒമേഗ-3 കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പംകിൻ സീഡ്സില് മെഗ്നീഷ്യം കണ്ടന്റ് കുറെ ഉണ്ട്. പംകിൻ മത്തങ്ങ. അതുപോലെ സൺഫ്ലവർ സീഡ്സ്, ഇത് ഗുഡ് സോഴ്സ് ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അതുപോലെ തന്നെ ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, അത് നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ മെഗ്നീഷ്യത്തിന്റെ ഒരു സോഴ്സ് ആണ് അവോക്കാഡോ. അപ്പൊ എന്തിനാണ് ഇപ്പൊ ഡിപ്രഷൻ ഉള്ള ആൾക്കാർക്ക്, മസിൽ ക്രാംസ് വരുന്ന ആൾക്കാർക്ക്, ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് മെഗ്നീഷ്യം വേണം. അപ്പൊ അവർക്ക് പംകിൻ സീഡ്സ് നല്ലതാണ്, അവോക്കാഡോ നല്ലതാണ്, ബനാന നല്ലതാണ്, ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണ്, ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് നല്ലതാണ്, കാഷ്യൂനട്ട് നല്ലതാണ്. അപ്പൊ ചിയാ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് ഒക്കെ കഴിക്കണം നല്ലതാണ്. പക്ഷെ അതെങ്ങനെ കഴിക്കണം എന്നുള്ളതാണ്. ചിയാ സീഡ്സ് ഒരിക്കലും നമ്മളിങ്ങനെ, അതുപോലെ ഫൈബർ റിച്ച് ആണ് കേട്ടോ ചിയാ സീഡ്സ്. ഫൈബർ കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ കഴിക്കണം. അപ്പൊ നമ്മൾ സിമെന്റ് കുഴയ്ക്കുമ്പോൾ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? സിമെന്റ് ഭയങ്കര കട്ടിയാവും. അപ്പൊ നമ്മൾ വയറ്റിൽ നിന്നൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഫൈബർ കഴിച്ചു കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് കുടിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? വയറ്റിൽ നന്നായിട്ട് പോകില്ല, കോൺസ്റ്റിപ്പേഷനിലേക്ക് പോകും. അപ്പൊ ചിയാ സീഡ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേണം കഴിക്കാൻ, തൈരിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഫ്ലാക്സ് സീഡ് ഒരിക്കലും നമ്മൾ വെറുതെ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുടിച്ചിട്ട് കാര്യമില്ല, അത് അബ്സോർബ് ആവില്ല. അതിനെ പൊടിച്ചിട്ട്, ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാലേ അതിന്റെ അബ്സോർപ്ഷൻ ഈസി ആയിട്ട് നടക്കുള്ളൂ. അപ്പൊ പിന്നെ വേറെ ഒരു മൈക്രോ ന്യൂട്രിയന്റ് നമുക്ക് വേണ്ടത് സെലീനിയം ആണ്. സെലീനിയം കിട്ടുന്ന പ്രധാന ബ്രസീൽ നട്ട് എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ് മെയിൻ സോഴ്സ്. പക്ഷെ അത് ബ്രസീൽ നട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ ട്യൂണ ഫിഷ്, ഷ്രിമ്പ്, നമ്മളെ ചെമ്മീൻ പോലത്തെ ഇതില്ലേ, സാർഡൈൻ, മത്തി പോലത്തെ. പിന്നെ ഓർഗൻ മീറ്റ്സ് ആണ്, നമ്മൾ കിഡ്നി ആൻഡ് ലിവർ ഓഫ് ഗ്രാസ് ഫെഡ് ബീഫ് ആണ് നമ്മൾ പറയണം, അത് കഴിക്കാൻ പറ്റുന്ന കഴിക്കാം. പിന്നെ സ്റ്റീൽ കട്ട് ആൻഡ് റോൾഡ് ഓട്സ്, അതിലും നമ്മൾ ഈ പറയണ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മഷ്റൂമിന്റെ അകത്തും ഈ പറയണ സെലീനിയം ഉണ്ട്. പിന്നെ നമ്മൾ ഇനി പറയണത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ഇപ്പൊ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഗ്ലൂട്ടാത്തയോൺ. പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഗ്ലൂട്ടാത്തയോൺ എന്തിനാ? വെളുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും യൂസ് ചെയ്യണം. എല്ലാവരും ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് കഴിച്ചു, IV ഇട്ടു. അപ്പൊ അതെന്താണ് നാച്ചുറൽ സോഴ്സസ് ഓഫ് ഗ്ലൂട്ടാത്തയോൺ? എന്താണ്? ക്രൂസിഫറസ് വെജിറ്റബിൾ, ബ്രോക്കോളി, ക്യാബേജ്, ക്യാരറ്റ്, നമ്മുടെ അലിയം വെജിറ്റബിൾസ്, എന്താണ് നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ചീര, നമ്മുടെ ബിണ്ടി, ലേഡി ഫിംഗർ, എന്താണ് വെണ്ടയ്ക്ക, സ്ട്രോബെറി. പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു ബെറീസ്, നമ്മുടെ ഹെൽത്തിനെ കൂടുതലായിട്ട് ഭയങ്കര ന്യൂട്രീഷ്യൻ ബെനിഫിറ്റ് ഉള്ള സാധനമാണ് നമ്മുടെ ബെറീസ്. നമുക്ക് മൾബറി ഒക്കെ നമ്മുടെ വീട്ടിലില്ലേ, മൾബറി, റാസ്ബെറി, ബ്ലൂബെറി. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് എന്താണ് ബ്ലാക്ക് ബീൻസ് എന്ന് പറയുന്ന സംഭവം. കുറേ കാര്യങ്ങൾ. അപ്പൊ നമ്മള് വേറൊരു സാധനമാണ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉള്ള കൊളാജൻ വേണം നമ്മുടെ മസിൽസിന് വേണ്ടിയിട്ട്, ജോയിന്റ്സിന് വേണ്ടിയിട്ട്, സ്കിന്നിന് വേണ്ടിയിട്ട്, ഹെയറിന് വേണ്ടിയിട്ട് കൊളാജൻ വളരെ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ നാച്ചുറൽ സോഴ്സ് ഓഫ് കൊളാജൻ എവിടെ നിന്നാണ്? നമ്മൾ ബോൺ ബ്രോത്ത് പറയും. നമ്മള് മീനൊക്കെ സ്കിന്നോട് കൂടി നമ്മൾ തിളപ്പിച്ച്, അല്ലെങ്കിൽ ലീൻ മീറ്റ്സ് കുറെ നേരം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിൽ കൊളാജൻ കിട്ടും, മറൈൻ കൊളാജൻ കിട്ടും. അത് വളരെ കോസ്റ്റ്ലി ആണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സപ്ലിമെന്റ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് പ്രോബ്ലം? 50% നമ്മുടെ ബോഡിയിൽ വരുന്ന ഏക്സ്, പെയിൻസ്, ഒരുപാട് പ്രോബ്ലംസിന് നമുക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാവാം. അത് കണ്ടുപിടിച്ചിട്ട് ഈ പറയണം. അപ്പൊ നമ്മള് ഇതൊക്കെയാണ് നമ്മുടെ കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ. ഇതൊക്കെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിന്ന് പുറത്ത് കറിയാൻ പറ്റും. പിന്നെ ഞാൻ 3 സാധനങ്ങളുടെ കൂടെ കാര്യം കണ്ട് നിർത്താന്ന് വിചാരിക്കുക. ചേന, ചേമ്പ്, കാച്ചിൽ.
പണ്ട് നമ്മളൊക്കെ നാട്ടിൽ എല്ലാവരും നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഇപ്പൊ എത്ര പേര് കഴിക്കുന്നുണ്ടാവും എനിക്കറിയില്ല. കാച്ചിലൊക്കെ എത്ര പേരെ വീട്ടിലുണ്ടാവും അറിയില്ല. കാച്ചില് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതില് ഡ്യൂ ടു പൊട്ടാസ്യം അത് BP കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എനർജി ഉണ്ട്, അതിൽ കോപ്പർ ഉണ്ട്, അയൺ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, വിറ്റാമിൻ B1 ഉണ്ട് കാച്ചിലിനകത്ത്. ചേമ്പിന്റെ കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഇൻക്രീസ്ഡ് കാർബോഹൈഡ്രേറ്റ് ആണ്, പക്ഷെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അതായത് ചേമ്പ് നമ്മൾ ചോറിനെയും കാട്ടും ചോറ് കഴിച്ചിട്ട് എത്ര നമ്മുടെ ഷുഗർ സ്പൈക്ക് ഉണ്ടാവണോ ചേമ്പ് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും അധികം ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല. അതിൻ്റെ അകത്ത് മെഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മാംഗനീസ്, വിറ്റാമിൻ C ഇത് ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യും, ഗുഡ് ബാക്ടീരിയനെ പ്രൊമോട്ട് ചെയ്യും വയറ്റില് ചേമ്പ് കഴിച്ചു കഴിഞ്ഞാൽ, പിന്നെ എനർജി ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്തത് ചേന. ചേനയിലും ഈ പറഞ്ഞ പോലെ omega-3 ഉണ്ട്, B6 ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്. പിന്നെ ഇനി ഇതിലും കൂടുതൽ പറയാനുള്ള കറിവേപ്പിലയില് കറിവേപ്പില നമ്മൾ കറിയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുന്ന സാധനമല്ല, കറിവേപ്പില എടുത്ത് അരച്ച് കഴിക്കാം. അതുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് പറയുന്നതിന്റെ. നമ്മൾ എല്ലാത്തിലും കറിവേപ്പില ഇടും, എല്ലാത്തിലും കോക്കനട്ട് ഓയിൽ ഇടും. വിറ്റാമിൻ A ഉണ്ട്, B ഉണ്ട്, E ഉണ്ട്, കാൽസ്യം ഉണ്ട്, അയൺ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്. പിന്നെ വിറ്റാമിൻ D നമുക്ക് വേണം. നമ്മുടെ സൺഷൈൻ വിറ്റാമിൻ ആണ്. നമ്മുടെ വിറ്റാമിൻ D ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവും. അത് മാത്രമല്ല കാരണം കേട്ടോ. പക്ഷെ ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ മിക്കവാറും നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 70 to 80% പോപ്പുലേഷനിൽ വിറ്റാമിൻ D ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. അപ്പൊ വിറ്റാമിൻ D നമ്മൾ പുറത്തേക്ക് പോയി വെയിൽ കൊള്ളുന്നതൊക്കെ കുറവാണ്. അപ്പൊ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഒരു 60,000 ഇന്റർനാഷണൽ യൂണിറ്റ് വിറ്റാമിൻ D നമുക്ക് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ 4,000 ഇന്റർനാഷണൽ യൂണിറ്റ് വീക്ക്ലി ഡെയിലി ആയാലും നമുക്ക് കഴിക്കാം. അപ്പൊ ഇതൊക്കെയാണ്. സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു ന്യൂട്രീഷനെ പറ്റി. അപ്പൊ നമ്മള് നാച്ചുറലി നമ്മുടെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളിൽ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വിറ്റാമിൻ ഡെഫിഷ്യൻസീസിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. നമ്മുടെ ലൈഫും നമ്മുടെ ഓരോ ഡേയും നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ എഴുതി വെക്കുക. എന്തൊക്കെയാണ് നമ്മളുടെ മിസ്റ്റേക്ക് വന്നതെന്നുള്ളത് ഡേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയണ പോലെ ഒരു ഹെൽത്തി ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ, ഹെൽത്തി മൈൻഡും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഹാപ്പി, ഹാർമോണിയസ്, പീസ്ഫുൾ, ഒരു എൻജോയബിൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഉറക്കമൊക്കെ പൂർത്തിയാക്കി നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് ജീവിക്കുക. താങ്ക് യു ഡോക്ടർ സുനിത. അപ്പോ ഇതില് സംശയങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കാവേ. ചാറ്റ് ബോക്സിൽ എഴുതാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവേ. ഡോക്ടർ സുനിത ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുമ്പോൾ നമ്മൾ സാധാരണ എപ്പോ ചെക്ക് ചെയ്താലും വൈറ്റമിൻ ഡി കുറവായിരിക്കും. ഇപ്പോൾ എത്ര ഫ്രീക്വന്റ്ലി ഈ ഒരു ടാബ്ലറ്റ് എടുക്കാൻ പറ്റും? ഇപ്പോ 4 monthsത്തേക്ക് നമ്മൾക്ക് തരുമല്ലോ, അതിനുശേഷം പിന്നെ എത്ര നാൾ ഡ്യൂറേഷൻ ആണ് സാധാരണ കുഴപ്പമൊന്നുമില്ലാതെ എടുക്കാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത്? ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കാറുള്ളൂ. പക്ഷെ എന്നാലും ചില ആൾക്കാർക്ക് വൈറ്റമിൻ ഡി മാത്രം നമ്മൾ കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ ബോഡിയിൽ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറയാറ്, ഇങ്ങനെ വൈറ്റമിൻ ഡി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഡെഫിഷ്യൻസി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡോക്ടർ ഇപ്പൊ പറഞ്ഞു ഒരു 12 weeks ആണ് സാധാരണ ഞാൻ കൊടുക്കാറ്. 12 weeks കഴിച്ചു, അത് നിർത്തി. ചില ആൾക്കാർ അത് ചെക്ക് ചെയ്യും, ചില ആൾക്കാർ ചെക്ക് ചെയ്യാറില്ല. അപ്പൊ ചെക്ക് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഏക്സ് ആൻഡ് പെയിൻസ് ഒക്കെ തുടങ്ങും. പിന്നെ ഒരു ചെറിയൊരു മൂഡ് സ്വിങ്സ് പോലത്തെ ഒക്കെ തുടങ്ങും. ഒരു ഹാപ്പി വൈറ്റമിൻ ആണല്ലോ. അപ്പൊ നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ 1 മാസം, അതായത് വീക്ക്ലി വൺസ് വെച്ചിട്ട് 4 weeks എടുക്കാനാണ് ഞാൻ പറയാറ്. എല്ലാ കൊല്ലവും. ഓക്കെ താങ്ക് യു മാം, താങ്ക് യു. ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. അഥവാ ടെസ്റ്റ് ചെയ്തില്ലെങ്കിലും ഞാൻ പറയാം, മലയാളം എന്താ പറയാ, വർഷത്തിലൊരിക്കൽ
ഒരു മാസം എടുക്കാം. എന്ന് വെച്ചാൽ ഒരു മാസം മീൻസ് 4 weeks. ഓക്കെ, അണ്ടർസ്റ്റുഡ്. താങ്ക് യു മാം. താങ്ക് യു. വെൽക്കം. മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടർ സുനിത ഡൽഹിയിലെ വൈശാലിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഡോക്ടറുടെ ഫോൺ നമ്പർ ചാറ്റ് ബോക്സിലുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുള്ളവരോ അല്ലെങ്കിൽ ഡൽഹിയിൽ റിലേറ്റീവ്സ് ഒക്കെ ഉള്ളവർക്കും ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സംശയങ്ങൾ കുറവാൻ കാരണം വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ നമ്മൾ ഈ സമന്വയ ഇൻ്റഗ്രേറ്റഡ് ക്ലിനിക്കിന് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർ സുനിതയ്ക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുന്നു. കൂടാതെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നും ഇതുപോലെ തന്നെയുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ആഴ്ചയും ഉണ്ടാവും. അപ്പോൾ പതിവായിട്ട് നമ്മളുടെ ലിങ്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. Thank you. ഗുഡ് നൈറ്റ് ഓൾ. Good night. ഓക്കെ.